കേരളത്തിൽ തെങ്ങിന്റെയും കായലുകളുടെയും പച്ചപ്പിന്റെയും നാട്ടിൽ ഗ്രാമീണ കേരളത്തെ പുനർനിർമ്മിച്ച മറ്റൊരു കഥയുണ്ട്. വെള്ള നിറത്തിൽ എഴുതിയ ഒരു കഥ. കേരളത്തിലെ ഒട്ടുമിക്ക മലയാളികളുടെയും വെളുപ്പാൻ കാലം തുടങ്ങുന്നത് തന്നെ ഇതിൽ നിന്നായിരിക്കും. കേരളത്തിന്റെ സ്വന്തം മിൽമ, കേരളത്തിന്റെ സ്വന്തം ക്ഷീരവിപ്ലവമായ മിൽമയുടെ യാത്രയാണിത്. ഐ ആം വിപിൻ, വെൽക്കം ബാക്ക് ടു ടോക്ക് വിത്ത് വിപിൻ. വർഷം 1970. കേരളം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പാലിനെ വളരെയധികം ആശ്രയിച്ചിരുന്ന കാലമായിരുന്നു അത്. കേരളത്തിലെ പ്രാദേശിക കർഷകർ വളരെ കുറച്ചു മാത്രമേ പാൽ ഉൽപ്പാദിപ്പിച്ചിരുന്നുള്ളൂ. മിക്ക ഗ്രാമീണ കുടുംബങ്ങൾക്കും ക്ഷീരകൃഷി ഒരു സ്ഥിരമായ ഉപജീവന മാർഗമായി ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 1976 കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ഡോക്ടർ വർഗീസ് കുര്യൻ നയിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷീരവികസന പദ്ധതിയായ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കേരള സർക്കാർ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനി സ്ഥാപിച്ചു. മിൽമ ജനിച്ചത് അങ്ങനെയാണ്. മിൽക്ക് മാർക്കറ്റിംഗ് എന്നതിന്റെ ചുരുക്കെഴുത്ത്. കർഷകർക്ക് ന്യായമായ വിലയും ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള പാലും സുസ്ഥിരമായ ഒരു സഹകരണ മാതൃകയും ഉറപ്പാക്കുക എന്നതായിരുന്നു മിൽമയുടെ ലക്ഷ്യം. മിൽമയുടെ വിജയം അതിന്റെ ത്രിതല സഹകരണ ഘടനയിലാണ്. ഗ്രാമപഞ്ചായത്തു തലത്തിൽ മിൽമയ്ക്ക് സ്വന്തമായി പ്രാഥമിക പാൽ സൊസൈറ്റികളുണ്ട്. ഇതുവഴി ദിവസവും പ്രാദേശിക കർഷകരിൽ നിന്ന് മിൽമ പാൽ നേരിട്ട് വാങ്ങുന്നു. ഈ സൊസൈറ്റികൾ പ്രാദേശിക യൂണിയനുകൾ രൂപീകരിക്കുന്നു. അവ സംസ്കരണവും വിപണനവും കൈകാര്യം ചെയ്യുന്നു. ഒടുവിൽ എല്ലാ യൂണിയനുകളും മിൽമയുടെ സംസ്ഥാനതല സ്ഥാപനമായ KCMMFന്റെ കുടക്കീഴിൽ വരുന്നു. കർഷകർക്കായി കർഷകർ തന്നെ നിർമ്മിച്ച ഒരു സംവിധാനമാണിത്. എല്ലാവർക്കും ലാഭത്തിന്റെ ഒരു ചെറിയ പങ്കും കിട്ടുന്നുണ്ട്. 1980കളുടെ മിൽമ കേരളത്തിന്റെ പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കാൻ തുടങ്ങിയിരുന്നു. ഒരു ദശകത്തിനുള്ളിൽ ഒരു ശ്രദ്ധേയമായ വഴിത്തിരിവ്. കേരളത്തിൽ പാലിന്റെ ആവശ്യകത വർദ്ധിച്ചതോടെ മിൽമയും അതിനൊപ്പം വളർന്നു. പ്രാദേശിക യൂണിയനുകൾ രൂപീകരിച്ചു. തിരുവനന്തപുരത്തും എറണാകുളത്തും മലബാറിലും മിൽമയുടെ പ്ലാന്റുകൾ സ്ഥാപിച്ചു. ഗുണനിലവാരവും പുതുമയും ഉറപ്പാക്കാൻ മിൽമ ആധുനിക ചില്ലിംഗ് സെന്ററുകൾ, ടെസ്റ്റിംഗ് ലാബുകൾ, സംസ്കരണ പ്ലാന്റുകൾ എന്നിവയിൽ നിക്ഷേപം നടത്തി. ഇന്ന് കേരളത്തിൽ 3000-ലധികം പ്രാഥമിക സൊസൈറ്റികളിൽ നിന്നും 10 ലക്ഷത്തിലധികം കർഷകരിൽ നിന്നും മിൽമ പ്രതിദിനം 1.5 ദശലക്ഷം ലിറ്ററിലധികം പാൽ ശേഖരിക്കുന്നുണ്ട്. എന്നാൽ മിൽമ പാലിൽ മാത്രം ഒതുങ്ങിയില്ല. അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിശാലമായ ശ്രേണിയിലേക്ക് വൈവിധ്യവൽക്കരിച്ചു. തൈര്, വെണ്ണ, നെയ്യ്, പനീർ, ഐസ്ക്രീം, സുഗന്ധമുള്ള പാൽ, അങ്ങനെ പോകുന്നു ആ നിര. ഈ ഉൽപ്പന്നങ്ങൾ സഹകരണ സംഘത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, കേരളത്തിലെ കുടുംബങ്ങളിലുടനീളം അതിന്റെ ബ്രാൻഡ് ഐഡന്റിറ്റി ശക്തിപ്പെടുത്തുകയും ചെയ്തു. ബിസിനസിനു പുറമെ മിൽമ ഗ്രാമീണ കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു ജീവനാഡിയാണ്. പരിശീലനം, വെറ്ററിനറി പരിചരണം, തീറ്റ വിതരണം, സാമ്പത്തിക സഹായം എന്നിവയിലൂടെ മിൽമ ചെറുകിട ക്ഷീര കർഷകരെ സംരംഭകരാക്കി മാറ്റി. കേരളത്തിലെ പല ഭാഗങ്ങളിലും വനിതാ സ്വയം സഹായ ഗ്രൂപ്പുകൾ മുഴുവൻ ക്ഷീര പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് വീടുകൾക്ക് വരുമാനം, അന്തസ്, സ്വാതന്ത്ര്യം എന്നിവ മിൽമ വാഗ്ദാനം നൽകുന്നുണ്ട്. പലർക്കും മിൽമ ഒരു ബ്രാൻഡിനേക്കാൾ അപ്പുറം ഒരു വികാരമാണ്. പല മലയാളി വീടുകളിലും മിൽമയുടെ പാൽ മാത്രം കൊണ്ട് ചായ ഉണ്ടാക്കുന്നവർ പോലുമുണ്ട്. ഏതൊരു മികച്ച വിജയഗാഥയെയും പോലെ മിൽമയും വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. പാൽ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ, സ്വകാര്യ ഡയറി ബ്രാൻഡുകളിൽ നിന്നുള്ള മത്സരം, COVID-19 പാൻഡമിക് സമയങ്ങളിൽ പോലും. എന്നിരുന്നാലും ഹോം ഡെലിവറി, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ, ശക്തമായ ഗുണനിലവാര ഉറപ്പ് പരിപാടികൾ എന്നിവ അവതരിപ്പിച്ചുകൊണ്ട് മിൽമ അതിനെയെല്ലാം നേരിട്ടുകൊണ്ടിരുന്നു. നവീകരണത്തിലൂടെയും ഐക്യത്തിലൂടെയും ആധുനിക വിപണികളിൽ പോലും ഒരു സഹകരണ സ്ഥാപനത്തിന് നിലനിൽക്കാൻ മാത്രമല്ല, വളരെ മികച്ച രീതിയിൽ വിജയിപ്പിക്കാനും കഴിയുമെന്ന് മിൽമ തെളിയിച്ചു. ഇന്ന് മിൽമ കേരളത്തിന്റെ അഭിമാനം മാത്രമല്ല, ഇന്ത്യയിലെ സഹകരണ വിജയത്തിനുള്ള ഒരു മാതൃക കൂടിയാണ്. കേരളത്തിന്റെ പാൽ വിൽപ്പനയുടെ 45% മാർക്കറ്റ് ഷെയറും കയ്യിലുള്ളത് മിൽമയ്ക്കാണ്. ഫാമിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് പോകുന്ന പാലിന്റെ ഗുണനിലവാരവും സുതാര്യതയും ഉറപ്പാക്കാൻ അവർ പര്യവേക്ഷണം ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു പിടി കർഷകരിൽ നിന്ന് ദശലക്ഷക്കണക്കിന് സന്തുഷ്ടരായ ഉപഭോക്താക്കളിലേക്ക് സഹകരണം, വിശ്വാസം, ദർശനം എന്നിവ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നതിന്റെ തെളിവാണ് മിൽമയുടെ കഥ. ഈ കുഞ്ഞു കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ കാണാം.